വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ. ഡേനിസ് മീഡിയയിലേക്ക് എല്ലാ ദൈവമക്കളെയും സ്വാഗതം. ക്രിസ്മസാണ്. ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അത് ലോകം മുഴുവൻ തോരണങ്ങളും ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പയും അതിലുപരിയായിട്ട് നമ്മൾ ക്രിസ്മസ് കൂടുകളൊക്കെ വെച്ചുകൊണ്ട് ഈശോയുടെ പിറവി ലോകം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നി ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്യാൻ. പ്രത്യേകിച്ച് ഈ വർഷവും കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് അവസരം കിട്ടിയതാണ്. പ്രത്യേകിച്ച് ഈ 2 ദിവസം മുമ്പൊക്കെ ഞാൻ ജമ്മു കാശ്മീരിലെ, അപ്പോൾ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ സഞ്ചരിച്ചപ്പോൾ ജമ്മുവിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ബിഷപ്പ് ഹൗസിന് തൊട്ടടുത്ത് പിന്നീട് 4-5 കിലോമീറ്ററൊക്കെ ഉള്ള പള്ളി, അവിടെയൊക്കെ വളരെ ആഘോഷമാണ്. ആഘോഷം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ കത്തോലിക്ക വിശ്വാസികൾ മാത്രമല്ല, എല്ലാ സഭവിശ്വാസികളും എല്ലാ മതസ്ഥരും അവരൊക്കെ ഒരുപോലെ ക്രിസ്മസ് കരോളുകളും അല്ലെങ്കിൽ അവരുടെ ഗ്രീറ്റിംഗ് കൈമാറുകളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ജമ്മുയിൽ ജീവിക്കുന്ന, കാശ്മീരല്ല ജമ്മുവിൽ ജീവിക്കുന്ന ആളുടെ ഞാൻ ചോദിച്ചു എങ്ങനെയാണ്. അപ്പൊ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദു ഒന്നോ മുസ്ലിമോ ഒന്നോ ക്രിസ്ത്യാനിയോ ഒന്നോ അല്ലെങ്കിൽ പെന്തോകസ്തുകാരനൊന്നോ കത്തോലിക്ക വിശ്വാസമൊന്നോ ഒന്നുമല്ല. ഇവിടെ ഈ ഒരു ഫെസ്റ്റിവല് ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ആഘോഷിക്കും. ആ ഒരു ശരിക്കും ലൈവായിട്ട് നേരിട്ട് ഞങ്ങൾ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അവിടുത്തെ യുവജനങ്ങളൊക്കെ എന്താ പറയാ എന്താ പറയാ ആഘോഷങ്ങൾ കൂടി വണ്ടിയുടെ മുകളിലൊക്കെ കയറി നിന്നുള്ള ഒരു ക്രിസ്മസ് പാപ്പയുടെ ആഘോഷങ്ങളൊക്കെ ഞാൻ കണ്ടത്. ഇന്ത്യ എന്ന രാജ്യം മാത്രമല്ല, ലോകം മുഴുവൻ പ്രത്യേകിച്ച് ഈ തണുപ്പും ഈ ക്രിസ്മസ് രാവൊക്കെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കാലഘട്ടമൊക്കെയാണ്. ഞാനൊക്കെ ചെറുപ്പത്തില് പ്രത്യേകിച്ച് ക്രിസ്മസ് കരോളൊക്കെ പോയ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട്. ശരിക്കും നമുക്ക് സിനിമാ ഗാനൊക്കെ മാറ്റി പാടിയതൊക്കെ, ഒരു ഹേമന്ത രാത്രിയിൽ മാമരം കോച്ചും തണുപ്പിൽ ആട്ടിടയാ നിദ്രയിലാടും വേളയിൽ ഒരു ദൈവ ദൂതൻ വന്നിറങ്ങി എന്നൊക്കെ ആ കാലഘട്ടം ഓർമ്മ വരെ ശരി. ആ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക, രാത്രിയൊക്കെ 12 മണി 1 മണിയൊക്കെ ഇങ്ങനെ കരോളൊക്കെ ആയിട്ട്. അപ്പം അവിടെ മത വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ ഭവനങ്ങളൊക്കെ കയറി ക്രിസ്തു ജനിക്കാൻ പോകുന്നത്, ജനിച്ചു എന്ന് പറയുന്ന ആ സന്ദേശം കൊടുക്കാനായി പോകുന്നത്. ഞാൻ ഇപ്പം നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഈ ഇത്രയും സന്തോഷകരമായ ഈ കൊച്ചു കേരളത്തിലെ ഒരു വേദനിക്കുന്ന അനുഭവം ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ 1-2 ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു മുസ്തഫ അല്ലേ, അവിടെ ഒരു ഗവൺമെന്റ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ആ ആരോഗ്യ കേന്ദ്രത്തിലെ ഒരു പുൽക്കൂട് അവിടെ നിർമ്മിച്ചു. ആ പുൽക്കൂടിലെ പ്രത്യേകിച്ച് ഉണ്ണീശോയും അല്ലെങ്കിൽ മാതാവും മറിയും അല്ലെങ്കിൽ ഔസപിതാവ് ഇങ്ങനെയുള്ള രൂപങ്ങളൊക്കെ ഇത് ഗവൺമെന്റ് സ്ഥാപനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുസ്തഫ കടന്നു വന്നുകൊണ്ട് അതൊക്കെ എന്താ പറയുക ഒരു കവറുകളിൽ വലിച്ചു കൂട്ടി അവൻ കൊണ്ടുപോകുന്ന ഒരു പോക്കം ഞാൻ കണ്ടു. മുസ്തഫ, നീ ചെയ്തത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടാണോ, അതോ നിന്റെ ആയിരിക്കുന്ന മതത്തെ സ്നേഹിച്ചതുകൊണ്ടാണോ, അതോ അവിടെയുള്ളവർക്ക് ഉതപ്പുണ്ടാവുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ മുസ്തഫ അത് വളരെ ചെയ്ത് തെറ്റാമെന്റെ മുസ്തഫ. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഏകദേശം 3 മണി വരെ ഒരു ഗവൺമെന്റ് ഓഫീസിലായിരുന്നു. ഞാനൊരു കാര്യം ശരിയാക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് ഓഫീസിലായിരുന്നു. ആ ഗവൺമെന്റ് ഓഫീസിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന്റെ മെയിൻ ആള് ഒക്കെ എന്താ പറയാ, ഞാൻ ഏത് ഗവൺമെന്റ് ഓഫീസ് ഒന്നും ഞാൻ നിങ്ങളടുത്ത് പറയുന്നില്ല, മെയിൻ ആവുന്നത് ഒക്കെ ഒരു മുസ്ലിമാണ് ശരിക്കും പറഞ്ഞെങ്കിൽ. പക്ഷെ അവിടെ നല്ല അതിമനോഹരമായ ഒരു പുൽക്കൂട് ഞാൻ കണ്ടു, തോരണങ്ങളൊക്കെ വെച്ച്. നിങ്ങൾക്ക് ഞാൻ വീഡിയോ അതിൽ കാണിച്ചു തരാം. ഞാൻ അതിന്റെ സ്ഥാപനത്തിന്റെ പേരൊന്നും കാണിക്കില്ല, വീഡിയോ അതിന് കാണിച്ചു. എന്ത് തന്നെ അനുഭവം ഞാൻ പറയാന്ന് പറയുന്നത്. അപ്പം മാത്രമല്ല അവിടെ ക്രിസ്മസ് കേക്കുകളായിട്ട് കടന്നു വരുന്നു. അവിടുത്തെ സ്റ്റാഫുകൾക്ക് മുഴുവൻ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്നു. ഒപ്പം തന്നെ അവിടെ തട്ടം വിട്ടവരും തട്ടം വിടാത്തവരും എല്ലാവരും ഉണ്ട്. അവർക്കൊക്കെ ക്രിസ്മസ് കേക്കുകളൊക്കെ കൊടുത്തോണ്ട് ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതായി ഞാൻ കാണുകയാണ് ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ മുസ്തഫ, ഈ നമ്മുടെ നാട് എന്നൊക്കെ പറയുമ്പോൾ അത് ഓണായാലും വിഷു ആയാലും അല്ലെങ്കിൽ റംസാൻ ആണേലും ക്രിസ്മസ് ആണേലും എന്താണേലും ഒക്കെ ഇവിടെ ഒരു വലിയൊരു മൈത്രിയുണ്ട് ഇല്ലേ? ആ ഒരു മതമൈത്രി പ്രത്യേകിച്ച് കൊച്ചു കേരളത്തിലേക്ക് ഒരുപാട് അനുഭവിച്ചവരാണ് നമ്മൾ. എന്റെ മുസ്തഫ, ഇങ്ങനെയുള്ള എന്താ പറയാ ഉള്ളിലുള്ള ഒരു തീവ്രവാദ എന്നൊക്കെ പറയില്ലേ, തീവ്രവാദി അല്ലെങ്കിൽ ഞാൻ നിന്നെ തീവ്രവാദി എന്നും വിളിക്കുന്നില്ല, തീവ്രവാദമൊന്നുമില്ല, ഇനി നിനക്ക് മാനസിക രോഗം ഉണ്ടോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മുസ്തഫ ചെയ്തു തരില്ല.
കാരണം ഒരുപാട് വ്യക്തികൾ, നീ അതിൽ പല വോയിസും ഞാൻ കേട്ടായിരുന്നു, ഇതൊക്കെ എന്താ പുഴയിൽ കൊണ്ട് കളയേ, ഇതൊക്കെ നീ ചെയ്തെന്ന് പറഞ്ഞു. നീ മനസ്സിൽ മുസ്തഫയുടെ ആയിരിക്കുന്ന മതത്തെ ഏതെങ്കിലും തരത്തിൽ വ്രണപ്പെടുത്താൻ പോകുമ്പോൾ നമ്മുടെ കേരളം അല്ല, ഇന്ത്യ അല്ലെങ്കിൽ ലോകത്തിന്റെ കഴുത്ത് വെട്ടുക, കൈ വെട്ടുക, തല വെട്ടുക ഇല്ലേ? അത് നിങ്ങളുടെ പ്രവാചകനെ പറയുമ്പോഴേക്കും നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്. പിന്നെ ഇതൊരു വോയിസ് ഞാൻ കേട്ടായിരുന്നു. ആ വോയിസിൽ തന്നെ പറഞ്ഞത്, നിങ്ങള് യേശുവാണ് ജയിക്കുക, അള്ളാഹുവാണ് ജയിക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചൊരു വോയിസ് മെസ്സേജ് ഒക്കെ നിങ്ങൾ കണ്ടു. മുസ്തഫ അറിവ് കൂടിയിട്ടാണോ കുറഞ്ഞിട്ടാണോ എനിക്കറിയില്ല. പക്ഷെ മുസ്തഫ ഈ ഒരു തീവ്രവാദം മൈൻഡ് ഒരുപാട്, പ്രത്യേകിച്ച് മതം മൈത്രിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് വേദനിച്ചു പോയി എൻ്റെ മുസ്തഫയെ ഞാൻ കുറ്റം പറയുന്നതല്ലേ മുസ്തഫ. പക്ഷെ മുസ്തഫ ഇത് ആവർത്തിക്കരുത്. കാസർഗോഡ് ജില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിനകത്ത് എപ്പോഴും എന്താ പറയുക, ഒരു തീവ്രവാദ ഇല്ലേ, IS തീവ്രവാദത്തിൽ പോകുന്നു, അങ്ങനെ ഒരുപാട് മനസ്സിൽ ഞങ്ങൾ മുറിവുകൾ കിടക്കുന്നതാ. അതൊക്കെ മാറി 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 നമ്മളൊക്കെ വളരെ സന്തോഷത്തിൽ വന്നുകൊണ്ടിരിക്കുക. ഇതിനിടയ്ക്കവിടെ മുസ്തഫയാണ്, മുസ്തഫിന്റെ പിന്നിലുള്ള ഒരു 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 കൂട്ടമായാലും ആരാണെങ്കിലും ശരി. പക്ഷെ ഒരുപാട് നല്ല മുസ്ലിംസ് ഉണ്ട് കേട്ടോ മുസ്തഫ. ഇവരൊന്നും അങ്ങനെയൊന്നല്ല, നമ്മുടെ നാട് ഇങ്ങനെയൊന്നും അല്ല. വളരെ സാഹോദര്യത്തിലൊക്കെ ഒരുക്കുക. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കണ്ടില്ലേ, ഒരുപാട് സാഹോദര്യത്തിൽ കഴിഞ്ഞിരുന്ന നമ്മള് ഇങ്ങനെ വാളെടുക്കരുത്. ഇത് വേറൊരു തരത്തിൽ വാളെടുക്കല, അല്ലെങ്കിൽ ഒരു AK-47 എടുക്കല മുസ്തഫ ചെയ്തത്. മുസ്തഫയെ ഞാൻ നന്നാക്കാനല്ല, പക്ഷെ മുസ്തഫയെ പോലെ ഇനി ഒരുപാട് മുസ്തഫന്മാരുണ്ട്. അവരെടുത്ത് പറയാ, ഇനി ഇങ്ങനെ ഈ കത്തോലിക്ക വിശ്വാസികളെ അല്ലെങ്കിൽ മറ്റ് മതസ്ഥരെ ഇങ്ങനെ വെട്ടി കീറി മുറിക്കരുത്. മുസ്തഫ ഹാപ്പി ക്രിസ്മസ്.